എല്ലാവർക്കും നമസ്കാരം. മഹാബലിപുരം എന്ന പട്ടണത്തിലൂടെ ഒരിക്കലൊരു സന്യാസി നടന്നു പോവുകയായിരുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ അദ്ദേഹത്തിന് വഴിയിൽ നിന്നും ഒരു സ്വർണ്ണ നാണയം കിട്ടി. ഒരു നിമിഷം അദ്ദേഹം ആലോചിച്ചു, എനിക്ക് ഈ സ്വർണ്ണ നാണയം കൊണ്ട് എന്താണ് പ്രയോജനം? സന്യാസ ജീവിതം നയിക്കുന്ന എനിക്ക് ഇതുകൊണ്ട് ഒരു ഉപകാരവുമില്ല. എങ്കിലും എടുത്തേക്കാം, അർഹതയുള്ള ആരെയെങ്കിലും കണ്ടെത്തി ഈ സ്വർണ്ണ നാണയം അവരെ ഏൽപ്പിക്കാം എന്ന് കരുതി അദ്ദേഹം ആ സ്വർണ്ണ നാണയം എടുത്ത് യാത്ര തുടർന്നു. അന്ന് പകൽ മുഴുവനും ഈ സ്വർണ്ണ നാണയം അർഹതയുള്ള ആരുടെയെങ്കിലും കൈകളിൽ എത്തിക്കാനായി അദ്ദേഹം ആ പട്ടണം മുഴുവനും അലഞ്ഞു നടന്നു. പക്ഷേ ആരെയും ഈ സ്വർണ്ണ നാണയം ഏൽപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അർഹതയുള്ള ആരെയും കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അന്ന് അദ്ദേഹം അവിടുത്തെ ഒരു സത്രത്തിൽ കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം പ്രഭാതത്തിൽ അദ്ദേഹം പ്രഭാത കൃത്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിനിടയിൽ വലിയൊരു ജനക്കൂട്ടത്തിന്റെ ബഹളം കേട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ ആൾക്കാർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ രാജ്യത്തെ രാജാവ് തന്റെ സൈനികരെയും കൂട്ടി അയൽ രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനായിട്ട് ഇതാ ഈ വഴിക്ക് വരുന്നുണ്ട്. ഈ സന്യാസിയെ കണ്ടിട്ട് രാജാവ് ഓടി സന്യാസിയുടെ അരികിലെത്തുന്നു. എന്നിട്ട് സന്യാസിയോട് പറയുന്നുണ്ട്, എൻ്റെ രാജ്യം വിസ്തൃതമാക്കുന്നതിനായി ഞാൻ അയൽ രാജ്യം കൂടി ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിനായി എൻ്റെ സൈനികരെയും കൂട്ടി ഞാൻ യാത്ര പുറപ്പെടുകയാണ്. സന്യാസിയുടെ അനുഗ്രഹം എനിക്കൊപ്പം ഉണ്ടായിരിക്കണം. സന്യാസി ഒന്നും പറയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിനകത്തേക്ക് പോയി. അതിനുശേഷം അദ്ദേഹം ആ സ്വർണ്ണ നാണയവുമായിട്ട് തിരികെ വന്നു. ആ സ്വർണ്ണ നാണയം രാജാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. ഒന്നും മനസ്സിലാവാതെ നിന്ന രാജാവ് ആ സന്യാസിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോൾ സന്യാസി പറഞ്ഞു, കഴിഞ്ഞ ദിവസം പട്ടണത്തിൽ നിന്നും കിട്ടിയതാണ് എനിക്ക് സ്വർണ്ണ നാണയം. അർഹതയുള്ള ആരെയെങ്കിലും കണ്ടുപിടിച്ച് ഈ സ്വർണ്ണ നാണയം അവരെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരു പകൽ മുഴുവനും ഞാൻ ഈ പട്ടണത്തിലൂടെ അലഞ്ഞു. പലരെയും ഈ സ്വർണ്ണ നാണയം ഞാൻ ഏൽപ്പിക്കാനായി ശ്രമിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ സംതൃപ്തമായ ജീവിതമാണ് നയിക്കുന്നത്, ഞങ്ങൾക്ക് ഉള്ള സമ്പത്തിൽ ഞങ്ങൾ തൃപ്തരാണ്, ഈ സ്വർണ്ണ നാണയത്തിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ചോദിച്ച എല്ലാവരും തന്നെ ഈ മറുപടിയാണ് പറഞ്ഞത്. അവസാനം ഞാൻ നിരാശനായി ഈ സ്വർണ്ണ നാണയത്തിന് അർഹതയുള്ള ആരെയും കണ്ടെത്താനാകാതെ ഞാൻ തിരികെ സത്രത്തിലേക്ക് മടങ്ങി. ഇപ്പോഴിതാ ഈ സ്വർണ്ണ നാണയത്തിന് അർഹതയുള്ള ഒരാളെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. താങ്കൾക്ക് വിപുലമായ രാജ്യവും ഒത്തിരി സ്വർണ്ണ നാണയങ്ങളും സമ്പത്തും സൈനിക ബലവും എല്ലാം ഉണ്ടായിട്ടും അതിൽ മതിവരാതെ, അതിൽ തൃപ്തി വരാതെ അയൽ രാജ്യം കൂടി കീഴടക്കാനായിട്ട്, ആക്രമിച്ച് കീഴടക്കാനായിട്ട് പുറപ്പെട്ട അങ്ങാണ് ഈ സ്വർണ്ണ നാണയത്തിൻ്റെ യഥാർത്ഥ അവകാശി. ഒരു നിമിഷം ആ രാജാവ് സന്യാസിയുടെ മുഖത്തേക്ക് നോക്കി. തനിക്ക് സംഭവിച്ച തൻ്റെ തെറ്റു മനസ്സിലാക്കിയിട്ട് ആ സന്യാസിയോട് മാപ്പ് പറഞ്ഞിട്ട് സൈനികരെയും കൂട്ടി തിരികെ പോകുന്നതായിട്ടാണ് കഥ. 32 വയസ്സുവരെ മാത്രം ജീവിച്ച അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവനും കീഴടക്കണമെന്ന ആഗ്രഹവുമായി ഇറങ്ങിപ്പുറപ്പെട്ട് 20ഓളം മഹായുദ്ധങ്ങൾ നടത്തി പല സാമ്രാജ്യങ്ങളും തൻ്റെ കാൽ കീഴിലാക്കിയ ശേഷം മരണശയ്യയിൽ അദ്ദേഹം പറയുകയുണ്ടായി, ശവമഞ്ചത്തിൽ എന്നെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഇരു കൈകളും പുറത്തേക്കിടണം. അലക്സാണ്ടർ ചക്രവർത്തി തിരികെ പോകുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ലോകം മനസ്സിലാക്കണം. നമ്മൾ വെട്ടിപ്പിടിക്കുന്നതും കീഴടക്കുന്നതുമെല്ലാം താൽക്കാലികം മാത്രമാണ്. അന്യരുടെ ജീവിതം ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും അസ്വസ്ഥതകളും ആകുലതകളും കടന്നു വരുന്നത്. അവനവൻ്റെ ജീവിതം ജീവിക്കുമ്പോൾ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുവാനായിട്ട് കഴിയും. നമ്മിലുള്ളതെന്താണോ അത് സ്വയം കണ്ടെത്തുവാനും സന്തോഷവും സംതൃപ്തവുമായ ജീവിതം നയിപ്പാൻ എല്ലാവർക്കും കഴിയട്ടെ. താങ്ക് യു.